everyone, welcome back to my vlog. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ഇഷ്ടമാവുമെന്ന്. ഈ പോർഷനിൽ വോയിസ് കുറച്ച് ലോ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുമ്പ് നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു 4-5 ഇന്ത്യൻ ഫാമിലീസ് കൂടെ ഉള്ള ഒരു ഗെറ്റ് ടുഗെദറാണ്. എനിക്കതിലാകെ അറിയുന്നത് അങ്കിത്തേനെയാണ്. ബാക്കി എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് മീറ്റ് ചെയ്യാൻ പോണേ. അപ്പം പോട്ട്ലക്ക് പാർട്ടി എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ ഓരോരുത്തർ ഓരോ ഡിഷ് കൊണ്ടുവരണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം അവൾ കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 4-5 ഫാമിലീസ്. അപ്പം രാഹുൽ വരുന്നില്ല എന്ന് പറഞ്ഞു. രാഹുലിന് ഈ വീക്ക് വർക്ക് കുറച്ച് അധികമായ കാരണം കുറച്ച് ടയേർഡാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ശങ്കടും കൂടെ പോവാമെന്ന്. പക്ഷേ രാഹുൽ പറഞ്ഞു രാഹുലിന് ശങ്കടുവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അവർക്ക് ഒരുമിച്ച് സൈക്ലിങ്ങിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തർ ഓരോന്നാണ് കൊണ്ടുവരണേ. അപ്പം ഞാൻ എന്ന് വിചാരിച്ചു ഡിസേർട്ടായിട്ട് ബനാന ചോക്ലേറ്റ് പുഡിങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പുഡിങ് റെസിപ്പി എൻ്റേതല്ല, ഞാനൊരു യൂട്യൂബ് ചാനൽ ബേക്ക് വിത്ത് ശിവേഷ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ കൂടെ കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവേഷിന്. ഭയങ്കര ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ റെസിപ്പിയാണ് ശിവേഷ് ഉണ്ടാക്കുക. ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പം ഞാൻ ക്വിക്കായിട്ട് ആ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് ഒരു കൈ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് ബനാന ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം 4 കപ്സ് മിൽക്ക് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞ് വേറൊരു ബൗളിൽ 1/2 കപ്പ് മിൽക്കും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് മിക്സ് ചെയ്ത് സൈഡിൽ മാറ്റി വെക്കുക. വേറൊരു ബൗളിൽ 1/2 കപ്പ് കോക്കോ പൗഡറും 1/2 കപ്പ് മിൽക്കും എടുത്തിട്ട് വീണ്ടും അത് മിക്സ് ചെയ്ത് ലംസൊക്കെ പോകുന്ന വരെ മിക്സ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കുക. പിന്നെ ഈ 2 മിക്സ്ചറും ബോയിൽ ചെയ്യുന്ന മിൽക്കിലേക്ക് ആഡ് ചെയ്യുക. കോക്കോ പൗഡറിൻ്റെ മിക്സ്ചറും കോൺഫ്ലവറിൻ്റെ മിക്സ്ചറും. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അത് സ്റ്റർ ചെയ്തിട്ട് 1/2 കപ്പ് പൗഡർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു പുഡിംഗ് കൺസിസ്റ്റൻസി ആവുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ വേറൊരു ബൗളിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് ഹോട്ട് വാട്ടറും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് സൈഡിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും, മാരി ബിസ്ക്കറ്റ്, ആരോ റൂട്ട്, ഡൈജസ്റ്റീവ് എന്തായാലും എടുത്തിട്ട് ഈ കോഫി മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അത് നല്ലപോലെ ലെയർ ചെയ്യുക. ഇത് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലെയറിന് ബിസ്ക്കറ്റാണ് ഇട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുഡിങ്ങിൻ്റെ ഒരു ലെയർ റെഫ്രിജറേറ്റ് ചെയ്തിരുന്നില്ലേ, അതെടുത്തിട്ട് അതിലേക്ക് പോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബനാനയാണ് ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം, ചെറിയോ മാംഗോസോ എന്ത് വേണമെങ്കിലും ഇടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടു, ഒരു ലെയർ വീണ്ടും പുഡിംഗ് ഇട്ടു, ഒരു ലെയർ ബനാന ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ലെയർ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഇത് കോക്കോ പൗഡർ അല്ലെങ്കിൽ സിനമൺ പൗഡർ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാം മേളിലേക്കൂടെ. എന്നിട്ട് ഇത് നമുക്ക് ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 8 hours നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്ര ഈസി അല്ലേ ഈ പുഡിംഗ് റെസിപ്പി? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാൻ പാർട്ടിക്ക് പോകാൻ റെഡിയായി. നമ്മളുടെ പുഡിങ്ങും നമ്മൾ ഓൾമോസ്റ്റ് 8 hours റെഫ്രിജറേറ്റ് ചെയ്തു. അപ്പം ഈ ഡ്രസ്സ് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മേടിച്ചതാട്ടോ. അപ്പം ശങ്കടു TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പതുക്കെ അവൻ കാണാതെ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതൊരു വലിയ ടാസ്ക്കാണ്. Enjoy. Okay, bye. Take care. ശങ്കരുവിനെ കൂട്ടാണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അവൻ ഓക്കെ ആയിരിക്കുമോ എന്ന്. എല്ലാ അമ്മമാർക്കും ഈ പ്രശ്നം ഉണ്ടാവുമല്ലേ. ഞാൻ ബസ് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഗെറ്റ് ടുഗെദർ അറേഞ്ച് ചെയ്തത് നമ്മൾ മുന്നേ നിന്നിരുന്ന തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ അപ്പാർട്ട്മെൻറ്റിലെ ഫങ്ഷൻ റൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓരോരുത്തർ കൊണ്ടുവന്ന ഡിഷസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. എനിക്ക് ആകെ ഇവിടെ അറിയുന്ന അങ്കിതയുടെ ഹസ്ബൻഡിന് മാത്രമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. മുമ്പ് എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു അങ്കിത നിൽക്കുന്ന അതേ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളുടെ 2 ഇയർ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മ്യൂണിറ്റി. കുറേ മെമ്മറീസ് ഉണ്ട് നമുക്കിവിടെ. ഞാൻ ഇവിടെ നിന്നാണ് പ്രഗ്നൻ്റ് ആയത്. പിന്നെ ശങ്കടു 3 months ആയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നേരെ ഇങ്ങോട്ടേക്കാണ്. പിന്നെ രാഹുലിൻ്റെ ഫാമിലിയും എൻ്റെ പേരൻസും എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെയായിരുന്നു. കുറേ മെമ്മറീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. നല്ല അടിപൊളി സ്പ്രെഡായിരുന്നു കേട്ടോ. അങ്കിത ഡോക്ല കൊണ്ടുവന്നു, വേറൊരു കുട്ടി പാസ്ത കൊണ്ടുവന്നു, വേറൊരു കുട്ടി ഫ്രൂട്ട്സ് ആൻഡ് ചീസ് ബോർഡ് അറേഞ്ച് ചെയ്തു. പിന്നെ ചിപ്സ്, ജ്യൂസ്, ഒരു കുട്ടി മാംഗോ കേക്ക് കൊണ്ടുവന്നു, വേറൊരാൾ സമൂസാസ് കൊണ്ടുവന്നു. പിന്നെ എല്ലാവരും ഓരോരോ ഡ്രിങ്ക്സും കൊണ്ടുവന്നു. ഓൾ ടുഗെദർ അടിപൊളിയായിരുന്നു കേട്ടോ. तो फिर लेट ही हाँ कोई नहीं हाँ Say hi. Yes, so this is Nidhi. Oh yeah, she made this pasta. What pasta is this? I don't know, this one normal pasta. No, I mean veg, right? Yes, veg. Okay. What's the sauce you use? Like red sauce or? This one is the pasta sauce. Pasta. Normal pasta. Nice. So it's a red sauce pasta. Red sauce. Nice. Looks very nice. I can't wait to have. You know everybody here. His son is there, no? Yeah. Oh, yes. Yeah. So they're his friends. Okay. എനിക്ക് ഈ ഗ്രൂപ്പിലാകെ അങ്കിതനെയും ഹർഷത് ഭായിനും മാത്രമേ അറിയായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ ആദ്യമായിട്ടായിരുന്നു മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ടായിരുന്നു മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് എൻ്റെ ഡിസേർട്ടിൻ്റെ ടേസ്റ്റ് ടെസ്റ്റ് നടക്കാൻ പോവാണ്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ബിക്കോസ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് Oh, sorry, madam. I'm busy eating. Please don't listen. It's very yum. Did I make you say it? No. I was busy eating. You disturb me. It's very, very yum. ऐसे बोलोगे वीडियो में तो लगेगा Okay, thank you. Okay, thank you. Yeah, really? Nice, thank you. കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശങ്കടൂനും കൂടെ കൊണ്ടുവരണമായിരുന്നു എന്ന്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ നെക്സ്റ്റ് ഗ്യാതറിങ്ങിന് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്ന്. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഓരോരോ വഴിക്ക് ഗുഡ് ബൈ പറഞ്ഞ് പോവുമായിരുന്നു. പാർട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ ഒരു ഫോട്ടോ പോലും ഒരുമിച്ച് എടുത്തില്ല, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഡോണ്ട് വറി, ഞാൻ മൊത്തം വ്ളോഗ് ചെയ്തിട്ടുണ്ട്. വ്ളോഗിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടെ അല്ലേ ഇത്, അല്ലേ? കുറേ കാലങ്ങൾക്ക് ശേഷം വെറുതെ ഒന്ന് യൂട്യൂബിൽ പോയി കയറി നോക്കിയാൽ എത്ര മെമ്മറീസ് അല്ലേ തിരിച്ചു വരിക. ഇതായിരുന്നു കേട്ടോ നമ്മൾ മുമ്പ് നിന്നിരുന്ന ഫ്ലാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഫ്ലാറ്റ്. ഇതായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇത് ഗെറ്റ് ടുഗെദറൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് വീണ്ടും ഒരു 15 minutes ആണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. കുറച്ച് പുതിയ ഫ്രണ്ട്സൊക്കെ മീറ്റ് ചെയ്തു. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഗെറ്റ് ടുഗെദറൊക്കെ ഭയങ്കര ആവശ്യമാണ്. എസ്പെഷ്യലി വേറൊരു നാട്ടിൽ താമസിക്കുമ്പം ഒരു റിഫ്രഷിങ് ഫീലിംഗ് വരും ഇങ്ങനത്തെ ഒക്കെ ഒരു ഗെറ്റ് ടുഗെദർ കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 10:30 ആയി. ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് ഉറങ്ങാൻ. ശങ്കടും രാഹുലും വെളിയിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴത്തേന് അവരെത്തുമായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് വ്ളോഗ്. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. So until I see you next time, bye bye.